പശ്ചിമേഷ്യ അതീവ സംഘർഷഭരിതമായി തുടരുമ്പോൾ അമേരിക്കയുടെ വ്യോമാക്രമണത്തിന് പിന്നാലെ ഹോർമുസ് അടച്ചാണ് ഇറാൻ മറുപടി നൽകിയത്. ഹോർമുസിൽ ഇടപെടൽ തുടർന്നാൽ യുഎസ് സേനയ്ക്ക് മേഖല നരകമായി മാറുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. ചരക്കുനീക്കം ഇതോടെ പ്രതിസന്ധിയിലായി. ഇറാന് നേരെയുള്ള രണ്ടാം ഘട്ട ആക്രമണം നിർത്തിയെന്നും സ്വയം രക്ഷ മുൻനിർത്തിയുള്ള അധിക ആക്രമണമാണ് നടന്നതെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, അപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് നോക്കുമ്പോൾ വീണ്ടും ഹോർമുസ് കടലിൽ കടച്ച നടപടിയുണ്ടായിരിക്കുന്നു. ലോകരാജ്യങ്ങൾ അങ്ങേയറ്റം ആശങ്കയോടെ നോക്കുന്ന സംഭവവികാസങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടാം ഘട്ട ആക്രമണം നിർത്തി, ഇതോടെ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പോലും ഇനി ഇറാൻ എത്ര കണ്ട് അത് ചെവിക്കൊള്ളുമെന്നും എത്ര കണ്ട് മുന്നോട്ട് ഈ ഹോർമുസ് തുറക്കുന്നതടക്കമുള്ള നടപടികൾ അത് എത്ര വേഗത്തിലാകും എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്കയിലാണ്. അപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ലോകം വീണ്ടും ഈ പശ്ചിമേഷ്യ സംഘർഷത്തെ ചൊല്ലി വലിയ ആശങ്കയിലാകുന്ന നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നു. പിന്നിട്ട ഏതാണ്ട് ഒരു മണിക്കൂർ നേരമാണ് അമേരിക്കയുടെ ആക്രമണം ഇറാന്റെ വിവിധ തീരദേശ ബെൽറ്റുകളെ കേന്ദ്രീകരിച്ച് നടന്നത്. തെഹ്റാനോട് ചേർന്ന് ചില പ്രദേശങ്ങളിലും ബോംബാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഏതാണ്ട് 49ഓളം ടൊമോഹോക്ക് മിസൈലുകൾ ഉൾപ്പെടെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾ പ്രയോഗിച്ചതായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് അല്പം മുമ്പ് US മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത്. ഇനിയും ഈ ആക്രമണം തുടരുമെന്ന ഒരു സൂചന കൂടി ട്രംപ് നൽകുന്നുണ്ട്. എന്ത് വന്നാലും ഒരു കരാറിലേക്ക് ഇറാനെ കൊണ്ടുവരിക, ഇതിനുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള ഒരു സൈനിക നീക്കമാണിപ്പോൾ അമേരിക്ക തുടരുന്നത്. കാരണം ഇന്നലെ നടന്ന ആക്രമണം കഴിഞ്ഞ തിങ്കളാഴ്ച തങ്ങളുടെ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണത് അത് ഇറാൻ സൈന്യത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഈ ആക്രമണം പ്രധാനമായിട്ടും തീരദേശ പ്രദേശങ്ങളെ ബന്ദർ അബ്ബാസ് ഉണ്ട്, സിറീക്ക്, അതോടൊപ്പം തന്നെ കിഷം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം കൂടുതൽ നടന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ടവർ, കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ, ഇവയ്ക്ക് നേരെയാണ് ആക്രമണം പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടതെന്നാണ് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത്. പക്ഷേ അതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് കുവൈത്തിനും ബഹ്റൈനിലെയും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ വലിയ തോതിലുള്ള തിരിച്ചടി നടത്തിയെന്ന് IRGCയും അവകാശപ്പെടുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. എന്തായാലും രാജ്യത്തിന് നേരെ വന്ന ഡ്രോണുകളും മിസൈലുകളും ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്നാണ് ബഹ്റൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മേഖലയെ സംബന്ധിച്ചിടത്തോളം ജിൽസി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കലുഷിതമാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ ട്രംപ് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഏതാണ്ട് ഒരു ചർച്ച വലിയ തോതിൽ മുന്നോട്ട് പോയി ഒരു കരാറിലേക്ക് എത്താനാവുന്ന ഒരു സന്ദർഭത്തിൽ പരമാവധി സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചർച്ച നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഇറാൻ നേതൃത്വം സ്വീകരിക്കുന്നത്. ഇത് ഇനിയും അനുവദിക്കാനാവില്ല. അപ്പോൾ സൈനിക സമ്മർദ്ദത്തിലൂടെ ഒരു ചർച്ചയിലേക്കും ഒരു കരാറിലേക്കും ഇറാനെ പ്രേരിപ്പിക്കുക എന്നതാണ്. പക്ഷേ ഇതിനുള്ള മറുപടി എന്ന നിലയ്ക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് ഏതെങ്കിലും രാജ്യങ്ങളുടെ തിട്ടൂരങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ തങ്ങൾ ഒരുക്കമല്ല. അവസാന ശ്വാസം വരെയും തങ്ങൾ ചെറുത്തുനിൽപ്പും പോരാട്ടവും മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തങ്ങൾ കീഴടങ്ങുമെന്ന് അമേരിക്ക തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു എതിർ പ്രതികരണമാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ IRGCയും, കാരണം മേഖലയിൽ മാത്രമായിരിക്കില്ല യുദ്ധം, ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മേഖലയും കടന്ന് കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകുമെന്ന ഒരു താക്കീത് IRGCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഹോർമുസിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഹൂത്തികൾ ഉൾപ്പെടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ സംഘർഷത്തിൽ തങ്ങൾ സജീവ പങ്കാളിത്തം വഹിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഹൂത്തികൾ അറിയിച്ചിട്ടുണ്ട്. ബാബുൽ മന്ദബ് ഉൾപ്പെടെയുള്ള ചെങ്കടൽ ഭാഗത്തെ കപ്പൽപാത കൂടി അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയും രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, ഖത്തർ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം പുറമേക്ക് ഇത്ര പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളും സൈനിക നടപടികളും തുടരുന്നുണ്ട് എങ്കിൽ പോലും ചർച്ചകൾ ആശാവഹമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അടിക്കടിയുള്ള ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും സ്വാഭാവികമായിട്ടും മേഖലയിൽ ഈ സമാധാന പ്രതീക്ഷകൾക്ക് വലിയ തോതിൽ തന്നെ തിരിച്ചടി ഏൽപ്പിക്കുകയാണ്.